പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹോളി കമ്മ്യൂണിയന്, ബാപ്റ്റിസം ഇതെല്ലാം വരുന്നൊരു സമയമാണല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഷെയ്ഡ് എല്ലാവരും ചോദിക്കേണ്ടത് ഇതിൻ്റെ കുറേ ഡിസൈൻസ് കാണിക്കാവോ. അപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്താൽ അതിൻ്റെ എല്ലാ ഷെയ്ഡ്സും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന സാരികളാണ് ഈ വീഡിയോയിൽ വരുന്നത്. ഇതൊരു ലൈറ്റ് ചിക്കു ഷെയ്ഡിലാട്ടോ വന്നെ. ഇതൊരു സെമി ടെസറിലായി സാരി വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റായിട്ട് കിടക്കുന്നൊരു മെറ്റീരിയലാണ്. നമുക്ക് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇപ്പോൾ അത്യാവശ്യം വന്നൊന്ന് വാഷ് ചെയ്തു എന്നോർത്തുകൊണ്ട് ഈ സാരിക്കൊന്നും ഒരു പ്രോബ്ലവും ഇല്ല. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. പക്ഷേ ഇതിൻ്റെ ബോർഡറും ഒക്കെ നല്ല ഭംഗിയായിട്ട് ഒരു കൂട്ടം ഫ്ലവേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ മുമ്പൊന്ന് ചെയ്തിരുന്നു, വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ. ഇതിപ്പോൾ യൂണിഫോമിന് വേണ്ടിയിട്ടൊരു യൂണിഫോമിന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ഷെയ്ഡ്സ്, അതുപോലെ ഓഫ് വൈറ്റ് ഷെയ്ഡ്സ്, അതിൻ്റെ എല്ലാം ഇതിൻ്റെ കൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് കാണാം. ഇത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ഉണ്ടോ, നല്ല ഭംഗിയായിട്ട് ഫ്ലവേഴ്സിൻ്റെ ഓരോ ബഞ്ചായിട്ടാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ചെറിയ ഫ്രഞ്ച് നോട്ട്സ് പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വിത്ത് ബ്ലൗസ് പീസും ഫുള്ളായിട്ടും ഫ്രഞ്ച് നോട്ട്സാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം ഇതുണ്ടോ, നല്ല പെർഫെക്ഷനോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലൊന്നുമല്ല, നമുക്ക് വെയർ ചെയ്യാൻ എളുപ്പമാണ്. വെയ്റ്റ്ലെസ് ആണ്, ട്രാൻസ്പെറൻ്റ് അല്ല. ഇതൊരു യൂണിഫോമിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബാപ്റ്റിസത്തിന്. അപ്പം അങ്ങനെയും കൂടെ ഞാൻ കൊണ്ടുവന്ന നേരത്തെ ഞാനൊന്നത് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2785 ഇത് വന്നിരിക്കുന്നത്. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയാട്ടോ. ലോവർ പോർഷനിൽ ആ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുമുണ്ട്. ഇത് ജൂട്ടിലാട്ടോ വരുന്ന ഈ സാരി. മാത്രമല്ല ഇതിൽ വരുന്നത് ക്രോസ് സ്റ്റിച്ചുമാണ്. ഇതിലൊരു പിങ്കും അതുപോലെ ഗ്രീൻ സ്റ്റെമ്മൊക്കെ ആയിട്ട് വരുന്ന ഒരു ക്രോസ് സ്റ്റിച്ച് ഫ്ലവേഴ്സാണ് ഈ സാരിയിൽ ഫുള്ള് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2190 ട്രാൻസ്പെറൻ്റ് അല്ല, അതുപോലെ വെയ്റ്റ്ലെസ് ആണ്. നമുക്ക് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലുമാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. ഫുള്ളായിട്ടും ഫ്ലവേഴ്സ്, ക്രോസ് സ്റ്റിച്ചാണ് വരുന്നതും. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇതുണ്ടോ, ഈ ഡിസൈൻ ലോവർ പോർഷനിൽ ഇങ്ങനെ തന്നെ കംപ്ലീറ്റും വരുന്നുണ്ട്. രണ്ട് സൈഡിലും ഈ ഡിസൈൻ വരുന്നുമുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇനി ഇതിൻ്റെ കളേഴ്സാണ്. കണ്ടോ, വളരെ സോഫ്റ്റാണ് കേട്ടോ ഈ മെറ്റീരിയൽ. നമുക്ക് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. 1 ലെയറായിട്ടെല്ലാം നമുക്ക് വെയർ ചെയ്യാം. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ്, ഫ്ലവറിൽ മാത്രം മാറ്റുള്ളൂ. ഇതൊരു ബ്ലൂവിൻ്റെയൊക്കെ ഒരു ഷെയ്ഡിലാട്ടോ വരുന്നത്. ഇതൊരു സഫയർ ഗ്രീൻ്റെ ഷെയ്ഡിൽ വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. റേറ്റ് വരുന്നത് 2190 ഇതൊരു പീച്ചിൻ്റെ ഷെയ്ഡായിട്ട് വരുന്നു. ഇതും ഒരു ടെസറിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ. സെമി ടെസറ. ഇതിൽ വന്നിരിക്കുന്നത് ഫുള്ളായിട്ടും ക്രോസ് സ്റ്റിച്ചാണ് ആ ഡിസൈൻ ഫുള്ള് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് വരിക ഇതിൻ്റെ പല്ലു പോർഷൻ. 2610 ഈ സാരി വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റായിട്ട് വരുന്നൊരു മെറ്റീരിയലുമാണ്. പിന്നെ ഇതിലൊരു ത്രെഡ് ബോർഡർ വരുന്ന ഒരു ത്രെഡിൻ്റെ ഇതായിട്ട് വരുന്നു. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ത്രെഡ് പോലെ വരുന്നുമുണ്ട്. ഏത് പ്രായക്കാർക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സാരിയാണ്. നമുക്ക് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. അതുപോലെ ബോഡി പാർട്ടിൽ ഇങ്ങനെ തന്നെ ഈ ക്രോസ് സ്റ്റിച്ച് ഫുള്ളായിട്ടും വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗം ആകുമ്പോഴേക്കും ഹാഫായിട്ടുമാണ് വരുന്നത്. ഇങ്ങനെയാണ് വരിക. ഇതൊരു പേൾ ക്രീം ഷെയ്ഡിലാട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. ഇതിലും ഈ ക്രോസ് സ്റ്റിച്ച് ഉണ്ടോ, ഒരു മൾട്ടി ഷെയ്ഡ്സിലാട്ടോ വന്ന് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. അതിലൊരു ആൻറ്റി ഗോൾഡൻ വീവിങ്ങും കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ ബോർഡർ കണ്ടോ, ഒരു ഇച്ചിരി ത്രെഡ് പോലെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ഡസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ആ ബോർഡർ സ്ലീവിൻ്റെ എൻഡിൽ വരുന്നുമുണ്ട്. ഞാൻ ബോഡി പാർട്ടിലേക്ക് ഇങ്ങനെയാണ് വരിക.
പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ട് വരുന്നുണ്ട്. റേറ്റ് 2610. ഇതും പേൾ ക്രീമിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ എന്നാ, ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സിൽവർ ത്രെഡ് വർക്ക് ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. 2585 ഈ സാരി വന്നിരിക്കുന്നത്. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഈ സാരിയുടെ എല്ലാം പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനൊരു ബോർഡറുണ്ട്. ആ ബോർഡർ ഒരു ത്രെഡ് പോലെ ഇങ്ങനെ തോന്നിപ്പിക്കും, ഒരു സ്വല്പം കട്ടി. പക്ഷേ അതിന് വെയിറ്റ് ഒന്നും അങ്ങനെ കൂടുതലൊന്നുമില്ല, വെയ്റ്റ്ലെസ് തന്നെയാണ് ഈ സാരി. പിന്നെ ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ആ ത്രെഡ് വർക്ക് ഹാഫായിട്ടും അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്ലീറ്റ്സൊക്കെ എടുത്ത് സാരി വെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും. ഇത് സോഫ്റ്റ് ടിഷ്യൂവിലാട്ടോ വന്നിരിക്കുന്നത്. ഒത്തിരി ഡിമാൻഡ് വന്നൊരു സാരി ആയിരുന്നു ഇത്. അപ്പോൾ വീണ്ടും ഒത്തിരിയും എൻക്വയറീസ് എന്നുള്ള ഒരു സാരി. ഇങ്ങനെയൊരു ബോർഡർ വരുന്നുണ്ട്. അതുപോലെ ഇതിൽ ക്രോസ് സ്റ്റിച്ചാട്ടോ ഈ വന്നിരിക്കുന്നത്. 2720 ഈ സാരി വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് സ്ട്രൈപ്സ് ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. പിന്നെ ഇത്രയും ഭാഗത്ത് ഫുള്ളായിട്ട് ഈ ഡിസൈൻ വരുന്നുണ്ട്. ഇത്രയാവുമ്പോൾ ഹാഫായിട്ടും വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ സെയിം സാരി ആട്ടോ, ഫ്ലവേഴ്സിലുള്ള കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. റേറ്റ് 2720. ഇതൊരു പിങ്ക് ഷെയ്ഡ്, ഇതൊരു പീച്ച് ഷെയ്ഡും കൂടിയാണ് വരുന്നത്. ഇതും സോഫ്റ്റ് ടിഷ്യൂവിലാട്ടോ വന്നിരിക്കുന്നത്. 2099 ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഒരു ബോർഡർ വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ബോർഡർ വരുന്നുണ്ട്. പിന്നെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. എല്ലാത്തിൻ്റെയും പോലെ തന്നെ പ്ലേറ്റ്സിൻ്റെ ഭാഗം വരുമ്പോഴേക്കും ഹാഫായിട്ടും വരുന്നു. ഇതും ഫുള്ളായിട്ട് ത്രെഡ് വർക്കാട്ടോ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ടിഷ്യൂവിലാട്ടോ, എല്ലാം സോഫ്റ്റ് ടിഷ്യൂ ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ഫുള്ളായിട്ടും ത്രെഡ് വർക്ക് വരുന്നു. 2569 ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ഓൾ ഓവർ വരിക. വിത്ത് ബ്ലൗസ് പീസ് ഒരു ഗോൾഡൻ ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. നല്ല ഭംഗിയായിട്ട് നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. അതുപോലെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും ആ ത്രെഡ് വർക്ക് വരുന്നുമുണ്ട്. ഇത് മറ്റൊരു ഡിസൈനാട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. 2659 ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ ഷെയ്ഡ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എത്ര കളർ കുറഞ്ഞവർക്കായാലും ഇത് വെയർ ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു ബ്രൈറ്റ്നസ്സും തോന്നും. പിന്നെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരിക, ഗോൾഡൻ ആയിട്ടാണ് വരിക. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. പ്ലേറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെ ഹാഫായിട്ടോ വരുന്നത്. ഇത് മറ്റൊരു ഡിസൈൻ. ഇതിലൊരു കട്ട് വർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് 2145 ഈ സാരി വരുന്നത്. ഇങ്ങനെയാട്ടോ ഇതിൻ്റെ കട്ട് വർക്ക് തന്നെ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ഒരു ബോർഡറൊക്കെ വന്നിട്ടുണ്ട്. ഒരു ജൂട്ട്, സെമി ജൂട്ടെന്ന് പറയാം, അങ്ങനെ ഒരു മെറ്റീരിയലിലും ഇത് വന്നിരിക്കുന്നത്. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെ തന്നെ വരുന്നുണ്ട്. രണ്ട് സൈഡിലും ബോർഡർ ആട്ടോ വരുന്നത്. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോഴും അതുപോലെ തന്നെ ആ കട്ട് വർക്കും വരുന്നുണ്ട്. ഇതിൽ എംബ്രോയ്ഡറി വർക്കുകളാട്ടോ, മൾട്ടി കളറിലുള്ള എംബ്രോയ്ഡറി വർക്ക്. ഇതിൽ പല്ലുവിൽ വരുന്നൊരു കോർണർ വർക്കാണ് കേട്ടോ. ഇങ്ങനെയാണ് വരിക. 2489 ഈ സാരി വന്നിരിക്കുന്നത്. സൈഡ് ബോർഡർ ഇങ്ങനെ സ്കാലപ്പ് വർക്കുമായിട്ട് വന്നിരിക്കുന്നു. സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്കുകളും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ലോവർ പോർഷൻ വരിക. കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെ ഹാഫായിട്ട് എല്ലാ സാരിയുടെയും പോലെ തന്നെ സ്കാറ്റേഡായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഭംഗിയുള്ള ആ ബോർഡറും അതിൽ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത് ഫുള്ള് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ ഞാനത് 1 ലെയറായിട്ട് തന്നെയാണ്. ഇത് സെമി ടസറിലാട്ടോ ഈ സാരി വന്നേക്കണേ. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഈ ഡിസൈനും വരുന്നുണ്ട്. ഇതിൽ കട്ട് വർക്കും അതുപോലെ സ്കാലപ്പ് വർക്കും വരുന്നുണ്ട്. 2465 ഈ സാരി വന്നിരിക്കുന്നത്. നല്ല മൾട്ടി ഷെയ്ഡ്സിലുള്ള എംബ്രോയ്ഡറി വർക്കും കൂടി ആട്ടോ ഇതിൽ വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക.
നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് തന്നെയാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ലോവർ പോർഷനിൽ ഈ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും സ്കാലപ്പ് വർക്കും എല്ലാം കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. രണ്ട് സൈഡിലും ബോർഡറും വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതൊരു ബട്ടർഫ്ലൈ കട്ട് വർക്കാട്ടോ വന്നേക്കണേ. 2149 ഈ സാരി വരിക. ഇത് കണ്ടോ, ഒരു ബട്ടർഫ്ലൈയും അതിനോട് ചേർന്ന കട്ട് വർക്ക്, സ്കാലപ്പ് വർക്ക്, ഇതെല്ലാം ഈ സാരിയിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ഒരു സോഫ്റ്റായിട്ടുള്ള ടെസറിലാണ് വന്നിരിക്കുന്നത്. ലോവർ പോർഷനിൽ ഇത് ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെ ഹാഫായിട്ടും വരുന്നു. ഇതിൽ വന്നിരിക്കുന്ന ബീഡ്സ് വർക്കും ആപ്ലിക് വർക്കും കൂടി കേട്ടോ. ചന്തേരിയിലാണ് വന്നിരിക്കുന്നത്. 2135 ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ആപ്ലിക് വർക്ക്. നല്ല ഭംഗിയുള്ള ആപ്ലിക് വർക്ക്, അതോടൊപ്പം തന്നെ ബീഡ്സ് വർക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. പിന്നെ വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ ഇതിലും അതേപോലെ തന്നെ ബീഡ്സ് വർക്കും ആപ്ലിക് വർക്കും കൂടിയാണ് വരിക. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഫുള്ളായിട്ട് ബീഡ്സ് വർക്ക്, ആപ്ലിക് വർക്ക്. 2135 ഈ സാരി വരുന്നത്. രണ്ട് സൈഡിലും വരുന്നുണ്ട്. അതുപോലെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ബോർഡറും വരുന്നു. ഇത് ചന്തേരിയിലാട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ചെറിയൊരു സ്റ്റോൺ വർക്ക് പോലെ വളരെ മൈന്യൂട്ടായിട്ട് വരുന്നുണ്ട്. അതുപോലെ എംബ്രോയ്ഡറി വർക്കും. 1395 ഈ സാരി വന്നിരിക്കുന്നത്. ഡസൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ബോഡി പാർട്ട് ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും. ഇത് മൽച്ചന്തേരിയിലാട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ഡസൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സൈഡിൽ ഇങ്ങനെ ഒരു ബോർഡറും വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. അത് തന്നെയാണ് ബ്ലൗസ് പീസും വരിക. ഇങ്ങനെ തന്നെയാണ് ബ്ലൗസ് പീസും വരുന്നത്. 2685 ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെ ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഇതിൻ്റെ വേറെ കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്നു. ബാക്കി ബോഡി പാർട്ടെല്ലാം സെയിം തന്നെ. ഇതിൻ്റെ പല്ലുവും ബ്ലൗസ് പീസും മാത്രമാണ് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ ബ്ലൗസ് പീസും ഈ ഡിസൈൻ തന്നെ കുറച്ച് ചെറുതായിട്ട് വരുന്നു. പല്ലുവിൽ കുറച്ച് വലുപ്പത്തിൽ. ഇതതിൻ്റെ മറ്റൊരു ഷെയ്ഡ്. റേറ്റ് 2685. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.